വെച്ചു നടന്നില്ല. അപ്പൊ ആ ഒരു പോയിന്റ് നമുക്ക് ലോവർ ഹൈ എന്നും വിളിക്കാം. എന്തുകൊണ്ടാണ്? തൊട്ടു മുന്നേയുള്ള ഈക്വൽ ഹൈ, ആ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല. ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾക്ക് ലോവർ ഹൈ എന്ന് വിളിക്കാം. അപ്പം പലരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും, ഇവിടെ ഒരു ഹൈ പോയിന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ലോ പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് അതിനെ നമുക്ക് ഈ പറഞ്ഞ പേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ വിളിച്ചൂടെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് ഇവിടെയാണ് യഥാർത്ഥത്തില് നമ്മളെ പോലെയുള്ള അറിഞ്ഞൂടാതെ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ നന്നായിട്ട് പരിശീലിക്കാതെ, പ്രാക്ടീസ് ചെയ്യാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ആൾക്കാരെ ട്രാപ്പ് ആവുന്ന സ്ഥലം. ഈ കാണിച്ചിരിക്കുന്ന പോയിന്റുകളെല്ലാം ഇതിനകത്ത് ഞാൻ നേരത്തെ അപ് ട്രെൻഡിനകത്തുണ്ട്, ഇതിപ്പോ ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിനകത്ത് ഞാൻ വരച്ചു വെച്ചേക്കുന്നത് ആ ഒരു പോയിന്റ് മൈനർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. നമ്മളിപ്പോ പഠിച്ചത് മേജർ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചറാണ്. അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ സ്ട്രക്ചറുകളാണ് ഈ ഒരു ഇതില് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തെറ്റിപ്പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഒന്ന് വരച്ചു വെച്ചിട്ടുള്ളത്. സാധാരണ ഞാൻ പഠിക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഞാൻ ട്രാപ്പായിട്ടുള്ളത് ഇങ്ങനെയുള്ള ഏരിയയിലായിരുന്നു. കാര്യം ഇത് മൈനർ ആണോ മേജർ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊന്ന് വരച്ച് തന്നെ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് അല്ലെങ്കിൽ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു റോക്കറ്റ് സയൻസ് ആയിട്ടല്ല ഞാൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്കറ്റിൽ എന്താ കിട്ടിയത്? ഒരു ലോവർ ഹൈ നമുക്കിവിടെ കിട്ടി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്താ സംഭവിച്ചേ? നേരെ മാർക്കറ്റ് ഇവിടെ ഈ ലോവർ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് പോയി. ആ ഒരു പോയിന്റിനെ നമ്മൾ എന്താ വിളിക്കും? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ നിങ്ങൾക്കും കൂടെ ഇതിന്റെ കൂടെ പറയാം. നമുക്ക് കിട്ടിയത് ഒരു ലോവർ ലോയാണ്. തൊട്ടു മുന്നേ ഉള്ള ലോയെക്കാളും താഴെ ഉള്ളത് കൊണ്ട് അതിനെ ലോവർ ലോ എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഞാൻ പറയാതെ തന്നെ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്തായിരിക്കും? ഒരു ലോവർ ഹൈ. ആ ലോവർ ഹൈ എപ്പോഴാണോ ഒരു ലോവർ ലോയെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകുന്നത്, ആ സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു ലോവർ ഹൈ ആയി ഈ ഒരു പോയിന്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനെ ബ്രേക്ക് ചെയ്ത് ആ വന്ന പോയിന്റിൽ നമ്മൾ എന്ത് പറയും? ലോവർ ലോ. അപ്പം അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു.